ഞാൻ ആദ്യം ഒരു യൂണിവേഴ്സിറ്റി ചുമ്മാ അപ്ലൈ ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഞാനത് വിട്ട് കളഞ്ഞു പകുതി വഴിക്ക് തന്നെ. അമ്മ പിന്നെയും എന്നോട് പറഞ്ഞു അതേ യൂണിവേഴ്സിറ്റി തന്നെ നീ റീ അപ്ലൈ ചെയ്ത്, പക്ഷേ ഈ പ്രാവശ്യം നീ ന്യൂറോ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഞാൻ അങ്ങനെ ആ യൂണിവേഴ്സിറ്റിയിലെ ന്യൂറോ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസേഴ്സിൻ്റെ പ്രൊഫൈൽ വായിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു സാറിൻ്റെ പ്രൊഫൈൽ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് പിന്നെ ആ ശബ്ദം വന്നു, ഇതാ സാറ്, ഈ സാറിൻ്റെ പ്രൊഫൈൽ വായിക്കുക, ഈ സാറിന് നീ മെയിൽ സെൻഡ് ചെയ്യും. അതനുസരിച്ച് ഞാൻ ആ സാറിൻ്റെ പ്രൊഫൈൽ വായിച്ചു. അതനുസരിച്ച് ഞാൻ ഒരു പ്രൊജക്ട് പ്രപ്പോസലും എൻ്റെ CV, എൻ്റെ സകല റിസൾട്ടും എല്ലാ ഡോക്യുമെൻറ്റ്സും ഞാൻ എഴുതി ഒരു PDF പോലെ ആക്കിയിട്ട് ഞാൻ എന്നെ മെയിൽ ചെയ്തപ്പോഴും ഞാൻ ഇത്ര മാത്രമേ പറഞ്ഞു. ഞാൻ ഉടമ്പടി കാശ് രൂപം എടുത്ത് ആ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിൽ വെച്ച് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. എന്നിട്ട് ഇത്ര മാത്രമേ പറയുള്ളൂ, ഈ മെയിൽ ചെല്ലുന്നേക്കാളും സ്പീഡിൽ അമ്മ അവിടെ എത്തണം. ഞാൻ ലാപ്ടോപ്പ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ സാർ എന്നെ കോൾ ചെയ്തു. അപ്പോൾ എനിക്ക് ഷോക്കായിപ്പോയി. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു, ഞാൻ നിൻ്റെ ഒരു ഡോക്യുമെൻറ്റ്സ് ഒന്നും വായിച്ചിട്ടില്ല, കാരണം ഇതേ ഡോക്യുമെൻറ്റ്സ്